ഇല്ലില്ല, എനിക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ വരുമ്പോ ഇതുപോലെ മാങ്കൂട്ടം വിളിക്കും, ഞങ്ങള് നോക്കിക്കോളാന്ന് പറയും, വെക്കും. നോട്ടം ആ ഫോൺ വിളിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും എന്റെ ഹസ്ബൻഡും ആശുപത്രി പോവും. ഇപ്പൊ ഈ മാസം 19-ാം തീയതി അടുത്ത സിറ്റിങ്ങിന് പോകണം. എനിക്ക് ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത മാസത്തേക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ICSE സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ എന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തിന്റെ വാക്കുകൾ. മേഘ രഞ്ജിത്ത് പറയുന്നത്, എന്റെ മകൻ ICSE സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവനെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റേണ്ടി വന്നു, ഫീസ് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട്. ഇത്രയും തുക 8 ലക്ഷം രൂപ എനിക്ക് വേണ്ടി പിരിച്ചു എന്നാണ് പറയുന്നത്. ആ തുക എവിടെ പോയി എന്നറിയില്ല. വിളിക്കാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, MLA ആണ്. എല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. പക്ഷേ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ഒരു ബന്ധവും ഉണ്ടാകില്ല. ഇതാണ് പറയുന്നത് മേഘ രഞ്ജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. ചികിത്സയിലാണ്, ആശുപത്രിയിലായിരുന്നു ഇത്രയും കാലം. എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്തു, സമരത്തിൽ പോലീസുമായി സംഘർഷമുണ്ടായി, സംഘർഷത്തിൽ പരിക്കേറ്റു. എന്തിനായിരുന്നു സമരം? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടന്ന സമരമാണ്. ആ സമരത്തിലെ സംഘർഷത്തിലാണ് മേഘ രഞ്ജിത്തിനെ പരിക്കേൽക്കുന്നത്. മേഘ രഞ്ജിത്തിന്റെ മുഴുവൻ ചികിത്സാ ചെലവും വഹിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസ് കുടുംബം എപ്പോഴും മേഘ രഞ്ജിത്തിന് താങ്ങായി ഉണ്ടായിരുന്നു. 8 ലക്ഷം രൂപയോളം പോഷക സംഘടനകളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു. അത് മേഘ രഞ്ജിത്തിന് കൈമാറിയിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിത ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതാണ് ചർച്ചയായത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മേഘ രഞ്ജിത്ത് കമന്റ് ഇടുന്നു, ഈ പണം ആര് പിരിച്ചു, എവിടെ നിന്ന് പിരിച്ചു, ഇതൊന്നും എനിക്ക് കിട്ടിയില്ല, ആരാണ് ഈ പണം കൊണ്ടുപോയത് എന്ന് അറിയണം എന്ന്. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി, വാർത്തയായി എന്ന് വെച്ചാൽ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായില്ല. പ്രമുഖ മാധ്യമങ്ങളെല്ലാം കണ്ണടച്ചു. ഒന്ന് ആലോചിച്ചു നോക്കണം, DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത്. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇതുപോലെ ഒരു പോസ്റ്റ് ഇടുന്നു, 8 ലക്ഷം രൂപ പിരിച്ചു നൽകിയിരുന്നു DYFIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് എന്ന് പറയുന്നു. ജില്ലാ സെക്രട്ടറി ആ പോസ്റ്റ് താഴെ പോസ്റ്റ് ഇടുന്നു, അങ്ങനെ ഒരു പണം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയില്ല. ഇന്നലെ ഓരോ ടെലിവിഷൻ ചാനലിലും വാർത്തയില്ല. അന്തിച്ചർച്ച പോകട്ടെ, ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് എന്താണ് അന്തിച്ചർച്ച നടത്താൻ കഴിയുമോ, എല്ലാ വിഷയം ചർച്ച നടത്താൻ കഴിയുമോ എന്നൊക്കെ അവർ ചോദിച്ചേക്കാം. പക്ഷെ ഇത് നേരെ തിരിച്ച് ഇത് DYFIക്കാർ ആണെങ്കിൽ, DYFI പ്രവർത്തകരും നേതാക്കളുമാണ് ഇത് ചെയ്തത്